മോട്ടിവേഷൻ സെഷൻസ് എടുക്കുമ്പോൾ ഉണ്ടായ നല്ലൊരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആണെങ്കിലും എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണമെന്ന റിക്വസ്റ്റ് ആണ്. ലൈഫിൽ ഉപകാരപ്പെടും. ഞാനിങ്ങനെ സ്റ്റുഡൻസിന് മോട്ടിവേഷൻ സെഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത് സ്റ്റുഡൻസിനേക്കാളും ഇത് ആവശ്യം പാരൻസിനും ടീച്ചേഴ്സിനുമാണെന്ന്. ബിക്കോസ് ഒരു കുട്ടി ജനിച്ചു വീണ് 10-22 വയസ്സ് വരെ പാരൻസിനും ടീച്ചേഴ്സിന്റെ ഇടയിലാണ് വളരുന്നത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് വിഭാഗം പാരൻസ് ആൻഡ് ടീച്ചേഴ്സാണ്. അപ്പം നമ്മൾ എന്താകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ രണ്ട് വിഭാഗമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ മധ്യപ്രദേശിൽ ഒരു ക്ലാസ് ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 9th and 10th ക്ലാസ് സ്റ്റുഡൻസിന് ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സെഷൻ ഒരു 2.5 hour സെഷൻ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ കുട്ടികൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കാറുണ്ട്. അപ്പം ക്ലാസ് ഇങ്ങനെ പോയ 2.5 hour കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കാൻ തുടങ്ങി. അപ്പം അതിനുശേഷം ഒരു ബാക്ക് ബെഞ്ചിലിരുന്ന ബാക്ക് സൈഡിലിരുന്ന ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് സാർ ഐ ഹാവ് എ ഡൗട്ട് എന്ന് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുന്നോട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അയാൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്നില്ല. അപ്പം ഞാൻ മൈക്ക് പോയിട്ട് പിന്നിൽ അയാളുടെ അടുത്തേക്ക് പോയി, ആ കുട്ടിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ കുട്ടി അവിടെ നിന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. കുട്ടി ആകെ എന്തൊക്കെ ടെൻസ്ഡ് ആയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു സാർ ക്ലാസ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ വന്നിട്ട് എന്നെ മീറ്റ് ചെയ്യണം, നമുക്ക് സംസാരിക്കണം. അപ്പോൾ കുട്ടിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടി കയറി വന്നു. അപ്പോൾ കുട്ടി കയറി വന്നപ്പോൾ പ്രിൻസിപ്പൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനും കുട്ടിയും മാത്രമേ, പയ്യനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 9th പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, എന്തോ ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ എന്ന്. അപ്പോൾ അവൻ ഒരു ഷൈ ടൈപ്പ് ആയിരുന്നു ആള്. അപ്പോൾ അവനോട് പറഞ്ഞു സാർ, എനിക്ക് ലൈഫിൽ വലിയൊരു അംബീഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അച്ഛന് എന്നെ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിന്റെ അംബീഷൻ? ഐ വാണ്ട് ടു ബി എ കരാട്ട ചാമ്പ്യൻ, കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ആവണം എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബീഷനാണ്, പക്ഷേ അച്ഛൻ അതിന് സമ്മതിക്കുന്നേ ഇല്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് അച്ഛൻ സമ്മതിക്കാത്തത്? അപ്പം അച്ഛൻ മനസ്സിലായി അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നീ പഠിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ വാട്ട്സ് യുവർ പെർസെൻറ്റേജ് നൗ? 9th ഇപ്പം നിന്റെ കറണ്ട് പെർസെൻറ്റേജ് എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു സർ ഇറ്റ്സ് 52%. ഞാൻ പറഞ്ഞു അവനോട് സ്നേഹമുള്ള ഒരച്ഛനും അതിന് സമ്മതിക്കില്ല, കാരണം യു ആർ ഓൾറെഡി ഡൗൺ അറ്റ് 52%. അപ്പൊ നീ കരാട്ട ക്ലാസ്സിനും കൂടെ പോയാൽ എന്താ സംഭവിക്കുക? ആ 52% താഴോട്ട് പോവുക ചെയ്യാം. ഈ കരാട്ട ക്ലാസ്സിനും കൂടെ 2 hours ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ഡൗൺ. അതുകൊണ്ട് ആരും സമ്മതിക്കില്ല. അപ്പൊ എന്നോട് ചോദിച്ചു സാർ എന്താ ഒരു വഴി, എനിക്ക് അതില്ലാണ്ട് നടക്കില്ല, ഞാൻ ഓരോ ദിവസവും അങ്ങനെ ടെൻഷനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എളുപ്പ വഴിയുണ്ട്. അവനോട് എന്താ സാർ, വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വളരെ സിമ്പിളാണ്, നേരെ വീട്ടിലേക്ക് പോവാം. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് അച്ഛൻ്റെ മൂഡ് നോക്കുക. എന്നിട്ട് അച്ഛൻ റൂമിൽ കയറിയിട്ട് അച്ഛനോട് പറയാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി വരുന്ന പരീക്ഷ ആഫ്റ്റർ 2 months ആണ് അടുത്ത പരീക്ഷ. അപ്പൊ ആ പരീക്ഷ മുതൽ ഞാൻ ഇനി എല്ലാ എക്സാമിലും 80% ആയിരിക്കും, എബവ് 80 ആയിരിക്കും. അത് ഞാൻ അഷ്യൂർ ചെയ്തു തരാം. നാളെ മുതൽ അച്ഛൻ എന്നെ കരാട്ട ക്ലാസ്സിന് പോകാൻ സമ്മതിക്കണം പറയാൻ പറഞ്ഞു. അപ്പൊ അവൻ ആകെ ടെൻസ്ഡായി. ഞാൻ പറഞ്ഞ എന്നോട് അച്ഛൻ കുറച്ച് ടെററാണ്, ഭയങ്കര ഗൗരവക്കാരനാണ്. ഞാൻ ഒന്നുമില്ല, അറിയുന്ന അച്ഛൻ രണ്ട് അടി അടിക്കും, അല്ലെങ്കിൽ 2 ചീത്ത പറയും, നിന്റെ അച്ഛനല്ലേ, സാരല്ല, കുഴപ്പമില്ല. അപ്പൊ അവൻ ടെൻഷനോടുകൂടിയാണ് പോയത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അത് ജസ്റ്റ് ഈ ക്ലാസ് കോവിഡിന് മുന്നേ ആയിരുന്നു. അപ്പൊ ഞാൻ അതിനുശേഷം കോവിഡിന് ശേഷം ഞാൻ വീണ്ടും മധ്യപ്രദേശിലേക്ക് പോയി. ആക്സിഡന്റലി ഞാൻ ഇതേ സ്കൂളിൽ തന്നെ വീണ്ടും ക്ലാസ് എടുക്കാൻ പോയി. ദിസ് ടൈം ഇറ്റ് വാസ് ഫോർ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആയിരുന്നു. 11 and 12 ആയിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ സെഷൻ കഴിയാറായി ഏകദേശം 3 hours ആയി. അപ്പം ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന ഒരു കുട്ടി സർ ഐ വാണ്ട് ടു സ്പീക്ക് മോർ. ഞാൻ ഓക്കെ കം ടു ദ പ്ലാറ്റ്ഫോം. അപ്പൊ അത് അവൻ വന്ന് കൂളായിട്ട് മൈക്ക് എടുത്തു. എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം സർ ഡു യു റിമെമ്പർ മീ? ഞാൻ അവന്റെ മുഖത്ത് തന്നെ നോക്കി. ഞാൻ പറഞ്ഞു നോ വേ, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഒരു സെഷനിൽ തന്നെ 100-250 കുട്ടിയെ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഒരു 5-6 സെഷൻ ആകുമ്പോൾ 1500-2000 കുട്ടികളൊക്കെ കാണുന്നത്. ഞാൻ നോ വേ, എനിക്ക് ഓർമ്മയില്ല. സാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാർ ഇതേ സ്കൂളിൽ വന്ന് സാർ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ സാറിനൊരു ഡൗട്ട് ചോദിച്ചിരുന്നു, എനിക്കൊരു കരാട്ട ചാമ്പ്യൻ ആവണം, അതിനെന്ത്? യെസ് യെസ് യെസ്. ഞാൻ പറഞ്ഞു യെസ്, ഇപ്പൊ ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കരാട്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഓക്കെ ടെൽ മീ എന്താണ്? സർ ഐ എം എ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് നൗ, ഐ എം എ കരാട്ട ചാമ്പ്യൻ. എനിക്കൊരു 10-15 സെക്കൻഡിലേക്ക് എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, ഭയങ്കര ഒരു നെർവസ് ആയിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു ടെൽ മീ, ബാക്കി പറയൂ, അന്നെന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നേരെ വീട്ടിൽ പോയി സാറ് പറഞ്ഞ പോലെ അച്ഛനോട് പറഞ്ഞു, എന്റെ ഭാഗ്യത്തിന് അച്ഛൻ സംഭവിച്ചു. ആ നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ഐ വാസ് അറ്റ് 75%. അച്ഛന് മനസ്സിലായി. അപ്പോൾ എന്നെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിച്ചു. ആൻഡ് യു നോ സർ, ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്.
ഐ എം എ കരാട്ടെ ചാമ്പ്യൻ നൗ. ഞാൻ ക്ലാസ്സിലുള്ള കുട്ടികളോട് പറഞ്ഞു, അയാൾ എന്നോട് അനുഭവം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് കരാട്ടെ ക്ലാസ്സിലേക്കാണ്. കരാട്ടെ ക്ലാസ്സിൽ നിന്ന് 2 മണിക്കൂർ കരാട്ടെ പ്രാക്ടീസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞാൻ നേരെ പഠിക്കാനിരിക്കും, ഫ്രഷ് ചെയ്ത് പഠിക്കാനിരിക്കും. പിന്നെ ഞാൻ അധികം മൊബൈൽ ഉപയോഗിക്കാറില്ല, അധികം ഫ്രണ്ട്സ് ഇല്ല. ഐ എം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ് നൗ. ഞാൻ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു സർ എന്ന് പറഞ്ഞത്. ഞാൻ നെവർ, ഞാൻ കാരണമല്ല. ഐ ജസ്റ്റ് ഗേവ് യു ജസ്റ്റ് ഷോഡ് യു എ പാത്ത്. ഞാൻ ഒരു വഴി കാണിച്ചു തന്നു, നീ ആ വഴിയിലൂടെ സഞ്ചരിച്ചു. ഇറ്റ്സ് യുവർ ഹാർഡ് വർക്ക്. നമ്മൾ നിമിത്തായി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിലിരുന്ന കുട്ടികളോടെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ആവശ്യമില്ല. എ ലിവിങ് എക്സാമ്പിൾ ഈസ് യുവർ ക്ലാസ്മേറ്റ്. നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ലിവിങ് എക്സാമ്പിൾ. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, പാരന്റ്സിനോട് പറയാനുള്ളത്, അവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക. എന്നിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് എന്ന് വെച്ചോ, ബിക്കോസ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ കരാട്ടെ ചാമ്പ്യൻ ആവണോ, സിംഗർ ആവണോ, നിങ്ങൾ ക്രിക്കറ്റ് പ്ലെയർ ആവണോ, ആയിക്കോ. പക്ഷെ അതിനൊരു റിസ്ക് ഉണ്ട്, റിസ്കിന്റെ ഒരു എലിമെന്റ് ഉണ്ട് അവിടെ. എന്താണ്? അഥവാ നിങ്ങൾ ആയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അഥവാ നിങ്ങളുടെ അംബിഷൻസ്, ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ അതിന്റെ കൂടെ കൊണ്ടുപോവുക. ലൈഫിൽ അംബിഷൻ എന്താണെങ്കിലും നമുക്ക് ലൈഫിൽ 2 ചോയ്സ് ഉള്ളത്. എന്താണ്? ഡു വാട്ട് യു ലവ് ഓർ ലവ് വാട്ട് യു ഡു. ബട്ട് ഡു വാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നതിന്. അന്നത്തെ എൻ്റെ അനുഭവം ഉണ്ടല്ലോ, പാരന്റ്സിനുള്ള വലിയൊരു മെസ്സേജാണ്. നമ്മളെ മക്കളെ കൂടെ അവരെ അംബിഷന്റെ കൂടെ നമ്മൾ നിൽക്കുക, ഒരു ബെഞ്ച് മാർക്ക് വെക്കുക, അവരെ അംബിഷന്റെ കൂടെ പോകാൻ സമ്മതിക്കുക. പക്ഷേ യു മസ്റ്റ് സ്റ്റഡി വെൽ, ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുക. അഥവാ നമ്മളത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വഴി കൂടി ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ബി വിത്ത് ദം, അവരുടെ കൂടെ നിൽക്കുക. താങ്ക് യു.